നമസ്കാരം, ഈസി നഴ്സിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് അമയോഡറോൺ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ICUവിൽ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാവുന്ന ഒരു ഡ്രഗിന്റെ നെയിമാണ് അമയോഡറോൺ. അമയോ കൊടുക്കൂ എന്ന് പറയുന്നത് കേൾക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അമയോഡറോൺ എന്താണ് സംഭവം എന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. അമയോഡറോൺ ഇറ്റ്സ് എൻ ആമോ. എന്തിനാണ് ഇത് കൊടുക്കുന്നത്, എന്താണ് ഇതിൻ്റെ ആക്ഷൻ? ആൻറ്റി അരിത്മിക് ഡ്രഗ് ആണ് അമയോഡറോൺ. ആൻറ്റി അരിത്മിക് ഡ്രഗ്. അരിത്മിയ എന്താണ്? അരിത്മിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇറഗുലർ ഹാർട്ട് ബീറ്റ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറഗുലർ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് വളരെ ഇറഗുലറായിട്ട് പമ്പ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പ്രൊഫ്യൂഷൻ ഉണ്ടാവുന്നില്ല, ബ്ലഡ് ശരിക്കും എല്ലായിടത്തേക്കും എത്തുന്നില്ല. വളരെ ഇറഗുലറായിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇറഗുലറിറ്റി കുറച്ചിട്ട് ഹാർട്ടിനെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള സാധനമാണ് എന്ത്? അമയോഡറോൺ. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ക്ലാസ് 3 ആൻറ്റി അരിത്മിക് ഡ്രഗ് എന്ന് പറയാം. ക്ലാസ് 3 ആൻറ്റി അരിത്മിക് ഡ്രഗ്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എന്താണ് ക്ലാസ് 3 എന്ന് പറയണത്? ക്ലാസ് 3 പറയണത് അമയോഡറോണിൻ്റെ മെയിൻ ആക്ഷൻ ഹാർട്ടിലുള്ള പൊട്ടാസ്യം ചാനൽസിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അരിത്മിയ കറക്റ്റ് ചെയ്യുന്നു. ഹാർട്ടിൻ്റെ പൊട്ടാസ്യം ചാനൽ, നമുക്ക് സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ് ഉണ്ട്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഉണ്ട്, ആൽഫ ബ്ലോക്കേഴ്സ് ഉണ്ട്, ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ട്, ഇങ്ങനെ പലവിധ ബ്ലോക്കേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം അമയോഡറോൺ മെയിൻ ബ്ലോക്കിംഗ് ചാനൽ ഏതാണ്? പൊട്ടാസ്യം ചാനലാണ് അമയോഡറോൺ ബ്ലോക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവൻ ഒരു ഓവറോൾ ബ്ലോക്കറും കൂടിയാണ്. മൾട്ടി ചാനൽ ബ്ലോക്കർ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ഒന്നാന്തരം ഡ്രഗാണ് ആര്? അമയോഡറോൺ. കാൽഷ്യം ചാനലും പൊട്ടാസ്യം ചാനലും ബീറ്റ ബ്ലോക്കറായിട്ടും ആൽഫ ബ്ലോക്കറായിട്ടും എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ആര്? അമയോഡറോൺ. അതുകൊണ്ട് തന്നെ നമ്മളുടെ വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിൽ എന്ന് വെച്ചാൽ കാർഡിയക് അറസ്റ്റിലൊക്കെ അമയോഡറോൺ വളരെ വളരെ കൂടുതലായി ഉപയോഗിക്കുന്ന കാണാൻ പറ്റും. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ACLS അൽഗോരിതത്തിൽ എന്ത് വരുന്നുണ്ട്? അമയോഡറോൺ ഉപയോഗിക്കുന്നുണ്ട്. അത് എപ്പോഴാണ് അമയോഡറോൺ യൂസ് ചെയ്യുന്നത്? നമ്മുടെ പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യാതെ കിടക്കുവാണ്, നമ്മൾ പേഷ്യൻറ്റിന് CPR കൊടുത്തു, നമ്മളെ പേഷ്യൻറ്റിനെ നമ്മൾ ഷോക്ക് കൊടുത്തു, എപ്പിനെഫ്രിൻ കൊടുത്തു. ഇതൊന്നും കൊടുത്തിട്ടും പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അമയോഡറോൺ കൊടുക്കും. അപ്പോൾ ACLS അൽഗോരിതത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് കൂടിയാണ് ആര്? അമയോഡറോൺ. അപ്പോൾ അമയോഡറോണിൻ്റെ ഡോസേജ് കാർഡിയക് അറസ്റ്റിൽ ഓരോ സിറ്റുവേഷനിലും ഡിഫറെൻ്റ് ആണ്. കാർഡിയക് അറസ്റ്റിൽ വരുന്ന ഡോസേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡോസ് നമ്മൾ കൊടുക്കുന്നത് 300 mg IV പുഷായിട്ടായിരിക്കും. ആ 300 mg നമുക്ക് ഫസ്റ്റ് ഡോസ് കൊടുത്തിട്ട് പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ടൈം ഇതൊരു സൈക്കിളായിട്ട് നമ്മൾ ഇത് അൾട്ടർനേറ്റ് ചെയ്യും. പിന്നെയും CPR കൊടുക്കും, ഷോക്ക് കൊടുക്കും, എപ്പി കൊടുക്കും. പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ കൊടുക്കുമ്പം അതിൻ്റെ ഹാഫ് ഡോസ് ആയിരിക്കും കൊടുക്കുക. 150 mg IV പുഷ് കാർഡിയക് അറസ്റ്റിലെ. സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഇൻഫ്യൂഷൻ, കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ആണെങ്കിൽ ഡോസ് വ്യത്യാസമാണ്. കാർഡിയക് അറസ്റ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയാം. അപ്പോൾ ഡോസേജ് മനസ്സിലായി, അമയോഡറോൺ എന്താ ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി അമയോഡറോൺ കൊടുക്കുമ്പം നമുക്ക് ഇപ്പം ലൈഫ് ത്രെറ്റനിങ് അരിത്മിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, അല്ലെങ്കിൽ പൾസ്ലെസ് വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ, ഈ സമയത്തൊക്കെയാണ് ഇതൊക്കെയാണ് നമുക്ക് നമ്മളെ ECG മോണിറ്ററിൽ കാണുമ്പോഴാണ് നമ്മൾ ഈ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലർ അരിത്മിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വെൻട്രിക്കുലർ അരിത്മിയ എന്ന് പറയുമ്പോഴത്തേക്കും ECG നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ V കാണാൻ പറ്റും. വി കാണാൻ പറ്റുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദിസ് ഈസ് വെൻട്രിക്കുലർ അരിത്മിയ അല്ലേ. നമുക്ക് ഹാർട്ടിന് ഏട്രിയ, വെൻട്രിക്കിൾസ് അല്ലേ, 2 ഏട്രിയ 2 വെൻട്രിക്കിൾസ് അല്ലേ. അപ്പോൾ ഏട്രിയൽ ഫിബ്രിലേഷൻ വേറെ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ വേറെ. ഏതാണ് ഏറ്റവും ഡെഡ്ലി, ഏറ്റവും ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സാധനം ഏതാണ്? വെൻട്രിക്കുലർ അരിത്മിയാസ്. അപ്പോൾ വെൻട്രിക്കുലർ അരിത്മിയ മാനേജ് ചെയ്യാനായിട്ടാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്? അമയോഡറോൺ യൂസ് ചെയ്യുന്നത്. അപ്പം അമയോഡറോൺ കൊടുക്കുമ്പം നമുക്ക് നേഴ്സസ് ഇപ്പം ലൈഫ് ത്രെറ്റനിങ് അരിത്മിയയിലൊക്കെ ഇപ്പം അമയോഡറോൺ ഒരു പേഷ്യൻ്റ് നമ്മൾ കൊടുക്കാമെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ
നേഴ്സ് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ നേഴ്സിംഗ് കൺസിഡറേഷൻ എന്തായിരിക്കണം? ഈ പേഷ്യൻ്റ് നമ്മൾ എന്തായിരിക്കും മോണിറ്റർ ചെയ്യേണ്ടത്? തീർച്ചയായും പേഷ്യൻറ്റിന് ഹൈപ്പോടെൻഷൻ ഉണ്ടാവാതെ നോക്കണം. കാരണം നമ്മൾ റാപ്പിഡായിട്ട് ഇത് IV പുഷ് ചെയ്യാണ്, അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റിൻ്റെ കേസിലല്ല, ലൈഫ് ത്രെറ്റനിങ് അരിത്തീമിയയുടെ കേസിൽ നമ്മൾ അമയോ കൊടുക്കുമ്പം നമ്മൾ എന്താണ് നോക്കുന്നത്? പേഷ്യൻറ്റിന് ഹൈപ്പോടെൻസീവ് ആവുണ്ടോ നോക്കണം. QT പ്രൊളൊങ്ങേഷൻ, നിങ്ങളൊരു എക്സാമിന് പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു സൈഡ് എഫക്റ്റ് ഏതാണ്? QT പ്രൊളൊങ്ങേഷൻ. അപ്പം ഈ അമയോഡോറം കൊടുക്കുന്ന പേഷ്യൻറ്റിന് നമ്മൾ QT പ്രൊളൊങ്ങേഷൻ കോസ് ചെയ്യാവുന്ന മറ്റുള്ള ഡ്രഗ്സ് എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാൻ പാടില്ല. മറ്റുള്ള ഡ്രഗ്സ് സച്ച് ആസ് പൊക്കൈനമൈഡ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ. പൊക്കൈനമൈഡ് പോലെയുള്ള മരുന്നുകൾ, QT പ്രൊളൊങ്ങേഷൻ ഉണ്ടാകുവാൻ സാധിക്കാവുന്ന മരുന്നുകൾ പേഷ്യൻറ്റിന് കൊടുക്കാൻ പാടില്ല. സോഫ്രാൻ വരെ എന്ത് സംഭവിക്കാം? ഒണ്ടാൻസെട്രോൺ, സോഫ്രാൻ QT പ്രൊളൊങ്ങേഷൻ കോസ് ചെയ്യാവുന്ന ഡ്രഗാണ്. അപ്പോൾ ഈ അമയോ കൊടുക്കുമ്പം പേഷ്യൻറ്റിന് QT പ്രൊളൊങ്ങേഷൻ ഉണ്ടാക്കാവുന്ന ഒരു ഡ്രഗും നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് അമയോഡോറുണ്ട് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ലോങ്ങസ്റ്റ് ആണ്. എത്ര ദിവസം അമയോഡോറൻ നമ്മുടെ ബോഡിയിൽ സ്റ്റേ ചെയ്യും? 40 days. 40 days വേണം അമയോ ഒരു പേഷ്യൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ 40 days കഴിഞ്ഞാലാണ് അമയോഡോറോൺ ആ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ആയി പോകുന്നത്. അപ്പം അത്രയും നാൾ നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കുന്ന മരുന്നുകളൊക്കെ വാച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അമയോഡോറോൺ. നിങ്ങൾക്ക് ചെറിയ ഐഡിയ കിട്ടി എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം.